പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിലേക്ക് ധാരാളം പേര് വരുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിലാണ് വോട്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്? എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? കോലാഹലങ്ങൾ, വിവാദങ്ങൾ നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. രാഷ്ട്രീയം നമുക്ക് ഒരു ഇതില്ല. ഇല്ല. എന്നാലിപ്പോൾ ഇങ്ങനെ ചാനൽ കാണും, പത്രം കാണും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തോന്നുമ്പോൾ വന്നപ്പോൾ മുതൽ ഈ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വിവാദമാണല്ലോ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കതിൽ ഒരു അഭിപ്രായമില്ല, ഒന്നുമില്ല. അപ്പോൾ വോട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചില്ലേ? വോട്ട് ചെയ്യില്ലേ? വോട്ട് എന്തായാലും ചെയ്യും. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടാവും. എന്തായാലും ഒരു വോട്ടറെ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും വോട്ട് ചെയ്യും. അത് ആർക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടറാണോ? എന്താണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വിവാദങ്ങളെ കുറിച്ചൊക്കെ അറിയാറുണ്ടോ? എന്താണ് പാലക്കാട്ടത്തെ കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ ആരാ നല്ലവരെന്ന് പറയാൻ പറ്റില്ല. 3 പേരും കണക്കന്നെയാണ്. ഭാഗ്യമുള്ളവർക്ക് ജയിച്ച് കയറാം, അത്രേ പറയാൻ പറ്റുള്ളൂ. വിവാദങ്ങളൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ദിവസവും ഓരോ വിവാദങ്ങൾ പാലക്കാട് ഉണ്ടാവുന്നുണ്ടല്ലോ. ദിവസങ്ങൾ ഓരോ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനുണ്ട്. പക്ഷെ ആരും മോശമല്ലല്ലോ, എല്ലാവരും കണക്ക് തന്നെയാണ്. ഒരാളിപ്പോൾ ഞാനാണെങ്കിൽ വേറെ ആളെ പറയും, അവ എന്നെ പറയും, അത്രയേ ഉള്ളൂ. ഇതിലേ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, എന്തായാലും ആ 3 സ്ഥാനാർത്ഥികളെ കുറിച്ചും ഒരേ അഭിപ്രായമാണ്. ആർക്കെങ്കിലും ഒരാൾ കൂട്ടി പാലക്കാട് മണ്ഡലത്തിലോട്ടാണോ? നമുക്ക് കൂടുതൽ പേരും പാലക്കാട് മണ്ഡലംകാരല്ല. പാലക്കാട് വോട്ടില്ല. അതൊക്കെ ഈ വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര വിവാദങ്ങളാണ് വരുന്നത്? അതൊന്നും എന്താ പറയുക, രാഷ്ട്രീയക്കാരല്ലേ അങ്ങനെ ഉണ്ടാവുന്നത്. രാഷ്ട്രീയക്കാരിൽ അപ്പോൾ രാഷ്ട്രീയക്കാരിലെ അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവിടുത്തെ കൂടുതൽ പേരും പറയുന്നത്. നമുക്ക് പ്രതികരിച്ച ആൾക്കാരിൽ പാലക്കാട് മണ്ഡലത്തിലാണോ? വോട്ടറാണോ? അല്ല. ഓക്കെ, പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം നമുക്ക് വളരെ കുറവാണ്. അപ്പം നമുക്ക് വീണ്ടും ചോദിച്ചു നോക്കാം. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടറാണോ? പാലക്കാട് മണ്ഡലത്തിലെ വോട്ടറാണോ? എന്താണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു? എന്ത് തോന്നുന്നു? ദിവസേന വിവാദങ്ങൾ വരുന്നു. പറയാനില്ല. വോട്ടൊക്കെ ചെയ്യില്ലേ? വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് തോന്നുന്നത് ഈ വിവാദങ്ങൾ വരുന്ന സമയത്ത്? നിങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പാണ്, ഈ പ്രചാരണം കാണുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ കൂടുതൽ പേരും രാഷ്ട്രീയം സംസാരിക്കാൻ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട്. കൂടുതൽ പേര് നമുക്ക് 1-2 പേരോട് സംസാരിച്ച് നോക്കാം. പാലക്കാട് മണ്ഡലത്തിലാണോ വോട്ട്? എന്താണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അല്ലേ? ബുധനാഴ്ച ചോട്ടിയാപ്പാട് കല്ലിങ്ങിൽ വോട്ടൊക്കെ ചെയ്യും. ചെയ്യും. ഇത് വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്? എന്താ തോന്നുന്നത്? നല്ല പാർട്ടികൾ കിട്ടിയാൽ നമുക്ക് വിജയം, അത്രേ ഉള്ളൂ. എന്തായാലും രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിട്ടാണ്. ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു മറ്റു ജില്ലക്കാരൊക്കെ അവിടെ ഉണ്ടാവും. പാലക്കാട്ടുകാർ ഇപ്പോൾ നെന്മാറക്കാരനായ പ്രസാദന് വേണമെങ്കിൽ പാലക്കാട്ടേക്ക് വോട്ട് മാറ്റായിരുന്നു. ഈ വിവാദങ്ങളിൽ വേണമെങ്കിൽ സ്വയം ഒന്ന് ഇടം നേടാമായിരുന്നു എന്ന് തോന്നുന്നു. അതെ, മാറ്റാൻ ഉദ്ദേശമുണ്ടോ പാലക്കാട്ടേക്ക്? എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന വോട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ കളിക്കില്ല. നേരത്തെ രാഷ്ട്രീയക്കാരോട് പറഞ്ഞു വോട്ട് എൻ്റെ നാട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റിയിരുന്നെങ്കിൽ അതും കൂടി പെട്ടേൻ്റെ ഇതിൽ. ശരി.